ആത്മനമസ്തേ. നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. ടു ദ യൂണിവേഴ്സൽ സുപ്രീം ഗോഡ്, ഡിവൈൻ ഫാദർ, ഡിവൈൻ മദർ, to our beloved, most respected teacher, Guru Master Chwakopsui, Lord Mahaguru Mary, to all the higher beings, all the great ones, we thank you for your blessings, for divine light, wisdom, discernment, divine love, warmness, sweetness, compassion to all, divine power, goodwill, and the will to do good. Gratitude, respect, love, thank you, thank you, thank you. Namaste. വെൽക്കം. സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വേൾഡ് മെഡിറ്റേഷൻ ഡേ. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത പലരും മെഡിറ്റേഷൻ എന്താണെന്നും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരൊക്കെ തന്നെയായിരിക്കും. എന്നാലും ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ വെച്ചത്. നമ്മൾ മെഡിറ്റേഷനെ ഒന്ന് ബ്ലൈൻഡായിട്ട് നമ്മൾ കാണുമ്പോൾ മെഡിറ്റേഷൻ അതിൽ ഉപരിയായിട്ട് മെഡിറ്റേഷന്റെ സ്വാധീനം എന്താണെന്നും എന്താണ് മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ കുറച്ചുകൂടെ ലളിതമായിട്ട് അറിയുന്നതും മനസ്സിലാക്കുന്നതും ആവശ്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു സെഷൻ പ്ലാൻ ചെയ്തത്. സോ മെഡിറ്റേഷൻ, പ്രാണിക് ഹീലിംഗിൽ നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ഓൺ ട്വിൻ ഹാർട്ട്സ് ആണ്. ഗുരു മാസ്റ്റർ ചൊവാക്കോപ്സി വിഭാവന ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ഫോർ പീസ് ആൻഡ് ഇലുമിനേഷൻ, മെഡിറ്റേഷൻ ഓൺ ട്വിൻ ഹാർട്ട്സ്. നമുക്ക് നോക്കാം എന്താണ് മെഡിറ്റേഷൻ. വാട്ട് ഈസ് മെഡിറ്റേഷൻ? എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്നുള്ള പദം മലയാളത്തിൽ നമ്മൾ ധ്യാനം പറയും. ധ്യാനം സാൻസ്ക്രിറ്റ് ധീ എന്നാണ്. ധീ 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 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധി എന്നാണ്. ബുദ്ധി, ദ വേ ഓഫ് ഇന്റലക്ട്, ധീ ഓർ ബുദ്ധി, ബുദ്ധിയുടെ വഴി എന്നും അതിന് അർത്ഥമുണ്ട് അത്ര. അതുകൊണ്ട് ധീ എന്ന് പറഞ്ഞതുകൊണ്ട് ധ്യാനം എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ വഴി എന്നാണ് അത്ര അതിന്റെ അർത്ഥം. ബുദ്ധിയുടെ വഴി. ബുദ്ധി പറയുന്നത്, ബുദ്ധി നമ്മളുടെ മൈൻഡിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമായിട്ട് അല്ലെങ്കിൽ എനർജി ആയിട്ടാണ് ബുദ്ധി പറയുന്നത്. എന്താണ് ബുദ്ധി എന്ന് ചോദിക്കുമ്പോൾ, സോ നമ്മളുടെ മനസ്സിന്റെ വഴി അല്ലെങ്കിൽ ബുദ്ധിയുടെ വഴി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ ചിന്തകളിലൂടെ അല്ലെങ്കിൽ ചിന്തിക്കുക. മനസ്സിന്റെ പ്രവർത്തനം പറഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്റർ പറയും മൈൻഡ് ഈസ് എ സട്ടിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ദ സോൾ. ആത്മാവിന്റെ ഒരു സൂക്ഷ്മ ഉപകരണമാണ് മനസ്സ്. ആ ഉപകരണം ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യും? ഏറ്റവും പ്രധാനമായിട്ട് ചിന്തകൾ തന്നെയാണ്. നമ്മൾ മൈൻഡ് പ്രവർത്തിപ്പിക്കുന്ന ചിന്തകളാണ്. കാൽക്കുലേഷൻ ഒക്കെ നമ്മുടെ ചിന്തകളിലാണ്. സങ്കല്പിക്കുന്നു, ചിന്തിക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ഇതെല്ലാം. സോ മെഡിറ്റേഷൻ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെയും പറയാം. നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്ന് പറയാം. ഇതിന് പറയാനൊരു കാരണം, വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം എന്ന് ഗുരുവിന്റെ ഒരു കോട്ടുണ്ട്. വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം. നിങ്ങൾ എന്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു നിങ്ങൾ അതായി തീരുന്നു. അതേപോലെ ലോർഡ് ബുദ്ധയുടെ ഒരു കോട്ടാണ് വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി തീരും. സോ നമുക്ക് ആ മെഡിറ്റേഷൻ എന്നുള്ള പദത്തെ നമുക്ക് നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ തോട്ട് എന്ന് പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ ചോദിച്ചാൽ, ഒരാള് ആരെങ്കിലും ചിന്തിച്ചിരിക്കുക, വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ എന്തോ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ കാണുന്ന ആൾക്കാർ ചോദിക്കും, നീ എന്ത് ധ്യാനിച്ചിരിക്കുകയാണ്, ആരെ ധ്യാനിച്ചിരിക്കുകയാണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ചിന്തിച്ചിരിക്കുന്നതിനെയാണ് ധ്യാനിക്കുക എന്ന് പറയാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറയുമ്പോൾ. അപ്പൊ എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ ധ്യാനിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനു ധ്യാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗുരു പറയാണ് വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം. നിങ്ങൾ എന്തിലാണോ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതായി തീരും. അപ്പൊ എന്തിനാ ധ്യാനിക്കുന്നത്? നമുക്ക് എന്തായി തീരണോ അതിന് ധ്യാനിക്കണം. നമുക്ക് എന്ത് വേണോ അത് ധ്യാനിക്കണം. സോ ഞാനും നിങ്ങളൊക്കെ ധ്യാനിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുന്ന ഈ അവസ്ഥ. ഞാൻ എങ്ങനെയാണോ, നിങ്ങൾ എങ്ങനെയാണോ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ അത് നമ്മൾ ധ്യാനിച്ചെത്തിയ അവസ്ഥയാണ്. ഇനി നമ്മൾ എന്തുകൊണ്ട് പലതും ആയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതിൽ ധ്യാനിച്ചില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് അസാധ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ പറ്റി നീയൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലതല്ലേ? അതൊക്കെ നേടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ?
എന്ന് ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് സാധിക്കാത്തതാണ് നമ്മൾ എന്താ പറയാ, ഓ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചിന്തിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. നേടണമെങ്കിൽ ആദ്യം നിങ്ങൾ മിനിമം അത് ചിന്തിക്കണം. എന്ത് ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ട്. അത് പലപ്പോഴും ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത്, ഞാൻ ഇതിലും കൂടുതലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയൊക്കെ എനിക്ക് നേടാൻ പറ്റിയിട്ടുള്ളൂ എന്ന്. ആ ചിന്തയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, നമുക്ക് 100% സത്യസന്ധതയും ഉറപ്പും ഫെയ്ത്തും വേണം ആ ചിന്തയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. വെറുതെ ചിന്തിക്കല്ല, ആ ചിന്തയ്ക്ക് നല്ല ബലം വേണം, അതിന് നല്ല കരുത്ത് വേണം. സോ അതിന്റെ രണ്ട് പദങ്ങൾ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്. അത് ക്രിയാശക്തി കോഴ്സിന്റെ ഭാഗമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറയുമ്പോൾ, ആ ചിന്തയെ ശക്തിപ്പെടുത്തണം. നമുക്ക് നല്ല ഫെയ്ത്ത് ഉണ്ടാവണം. സോ പ്രാർത്ഥന പറയുന്നത് വലിയൊരു ചിന്തയാണ്. അപ്പൊ ആൾക്കാര് പല കാര്യങ്ങളും അവർ പറയും പ്രാർത്ഥനയിലൂടെ നടന്നു പറയും. പ്രാർത്ഥനയിലൂടെ നടക്കാനുള്ള കാരണം എന്താ? പ്രാർത്ഥനയിലൂടെ നടക്കാനുള്ള കാരണം, വിശ്വാസമുള്ളവന് പ്രാർത്ഥനയിലൂടെ നടക്കും. എനിക്കൊരു കാര്യം സാധിക്കില്ല എന്നൊരു തോന്നൽ എന്നെ കൊണ്ട്, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസം എന്താണ്? എനിക്ക് സാധിക്കാത്തത് ഈശ്വരന് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഇത് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് സാധിക്കുന്ന എൻ്റെ ചിന്ത അത് ഉറച്ചതാവും. കാരണം അതിന്റെ പിന്നിൽ ഒരു സത്യസന്ധത ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും പലതും നമ്മൾ ചിന്തിച്ചതൊന്നും നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ പോയത്. ഇടയിൽ എന്തോ ഒരു കാര്യം പറയാൻ വന്നു, അത് വിട്ടുപോയി, പെട്ടെന്ന് ഓർമ്മ. ഓക്കെ, ഇത് തന്നെ. ആ അപ്പൊ എന്ത് വേണം? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് നിസ്സംശയം സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അതിനെ ചിന്തിക്കാൻ സാധിക്കണം. ഇനി വേറെ ചില അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമ്മൾ ചില കാര്യങ്ങൾ വെറുതെ ചിന്തിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അത് നടന്നു. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇത്രയും ഞാൻ കുറെ കാര്യമായിട്ട് ഇരുന്ന് ചിന്തിച്ചിട്ട് നടന്നില്ല, പക്ഷെ ഇത് ഞാൻ വെറുതെ ഒന്ന് വിചാരിച്ചതേ ഉള്ളൂ, പക്ഷെ അപ്പോഴത്തേക്ക് അത് സംഭവിച്ചു. അത്ഭുതമായി തോന്നുന്നു, എനിക്ക് അങ്ങനെ അത്ഭുതം തോന്നുന്നു, ഞാൻ വെറുതെ ചിന്തിച്ചതേ ഉള്ളൂ. ഇതും സയൻസ്. എന്താ കാരണം? ഇയാൾ ഈ വെറുതെ ചിന്തിച്ചപ്പോഴേ ഇയാൾ ഈ ചിന്തയുടെ കൂടെ വിശ്വാസം വന്നു, ഈ ചിന്തയുടെ കൂടെ ഫെയ്ത്ത് വന്നു, സത്യസന്ധത വന്നു. എന്താ കാര്യം ചോദിച്ചാൽ, അയാൾക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നില്ല. കാരണം സംശയിക്കാനുള്ളൊരു രണ്ടാമത്, ഇപ്പൊ നമ്മളൊരു കാര്യം കേട്ട് നിങ്ങളത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറയാം. രണ്ടാമത് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ പറയും. കാരണം അപ്പോഴത്തേക്ക് അവിടെ സംശയം വന്നു, നമ്മൾ ഡൗൺ ആയി. മറ്റൊരാൾ വെറുതെ ചിന്തിച്ചു, ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സംശയം ഇല്ലാത്തടത്ത് വിശ്വാസം പൂർണ്ണമായിരിക്കും. സോ ആ ചിന്ത മാനിഫെസ്റ്റ് ചെയ്തു. ആൾക്കാർ പറയും ഞാൻ വെറുതെ ചിന്തിച്ചതേ ഉള്ളൂ, സംഭവിച്ചു. സോ ധ്യാനം എന്താണ്? ധ്യാനം, നിങ്ങൾ ധ്യാനിക്കണം, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ സങ്കല്പിക്കണം, അത് സംഭവിക്കും. ഇനി പിന്നെ എങ്ങനെയാണ് ഇത് ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. ആൾക്കാർക്ക് ധ്യാനത്തെ അല്ലെങ്കിൽ മെഡിറ്റേഷനെ ആളുകൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ടാണ് കാണുന്നത്. അത് ആത്മീയ മാർഗം അല്ലെങ്കിൽ ആത്മീയ പരിശീലനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഡിറ്റേഷന്റെ നല്ല ഗുണങ്ങളൊന്നും തന്നെ പല ആൾക്കാർക്കും അത് സ്വായത്താക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്നല്ല, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് എന്റെ ബിസിനസ് റൺ ചെയ്യണം, എനിക്ക് എന്റെ ഫാമിലി നോക്കണം, എനിക്ക് വേറെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യാൻ നേരമില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയും. കാരണം ആളുകളുടെ ഒരു ധാരണ മെഡിറ്റേഷൻ പറയുന്നത് എന്താണ്, അതൊരു ആത്മീയ പരിശീലനമാണെന്നാണ്. എന്നാൽ മെഡിറ്റേഷൻ എന്താണ്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന മെന്റൽ എഫേർട്ടാണ് മെഡിറ്റേഷൻ. നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് ഭൗതികമായിട്ട് ഇവിടെ സാക്ഷാത്കരിക്കുള്ളൂ. നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കില്ല. അപ്പൊ നമ്മൾ പറയില്ല എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കും, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിച്ചാലല്ലേ സാക്ഷാത്കരിക്കുള്ളൂ. അപ്പൊ അയാൾക്ക് സാക്ഷാത്കരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്നത് വെറും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയല്ല. ഇനി ഈശ്വര സാക്ഷാത്കാരത്തിന് മെഡിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ആത്മീയമായിട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്, അല്ലെങ്കിൽ ജീവാത്മാവാണ്, ഇൻകാർണേറ്റഡ് സോൾ ആണെന്ന് പറയും. ഓരോ ഇൻകാർണേറ്റഡ് സോളിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടുക, വൺനെസ് വിത്ത് ഗോഡാണ്. അതിന് മെഡിറ്റേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? ഈശ്വരനെ മെഡിറ്റേറ്റ് ചെയ്യും. ഈശ്വരനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴെന്താവും?
വൺ വിത്ത് ഗോഡ്, ഈശ്വരനുമായിട്ട് ഒന്നായി ചേരാൻ സാധിക്കും, ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും. അപ്പൊ ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനെ മെഡിറ്റേറ്റ് ചെയ്യണം, ഈശ്വരനിൽ മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾ എന്തും സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾ എന്തും സാക്ഷാത്കരിക്കണമെങ്കിൽ അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. സോ ഈ രീതിയിൽ നമ്മൾ മെഡിറ്റേഷനെ കാണണം. അതൊരു ആത്മീയ പരിശീലനം മാത്രമല്ല, ഞാൻ മെഡിറ്റേറ്റ് ചെയ്താലേ അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ കുട്ടികളെയൊക്കെ ചില മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന സമയത്ത് അവരെ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കില്ല. എന്താ കാരണം? അവരുടെ ഫുൾ ഫോക്കസ്, അവരുടെ ഫുൾ ചിന്ത, അവരുടെ ഫുൾ ധ്യാനം, ഫുൾ മെഡിറ്റേഷൻ ഈ പരീക്ഷയിലായിരിക്കണം. അവരെ ആ ഒരു എയിമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. അതേ സമയത്ത് നമ്മുടെ തോട്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ എന്താ പറയാ മാറിക്കഴിഞ്ഞാൽ, ഡൈവേർട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ എനർജി കുറയും. സോ മാനിഫെസ്റ്റേഷൻ കുറയും. സോ ഇതാ മെഡിറ്റേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണോ, നിങ്ങൾ സ്ഥിരമായിട്ട് അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. സ്ഥിരമായിട്ട് അതിൽ മെഡിറ്റേറ്റ്. എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം? ജസ്റ്റ് നിങ്ങൾ അത് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് സംഭവിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, പ്രാക്ടിക്കലി അതെങ്ങനെ സാധിക്കും, എൻ്റെ ഭാഗത്തു നിന്ന് എന്തുമാത്രം എഫേർട്ട് ആവശ്യമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാ രീതിയിലും അതിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് മാനസിക ലോകത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നർ വേൾഡിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. ഇന്നർ വേൾഡിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ അത് ഇനെവിറ്റബിളി അത് പ്രകടമാവും. അത് നിയമമാണ്. ആന്തരിക ലോകത്തുള്ളത് ബാഹ്യവൽക്കരിക്കപ്പെടും എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അപ്പൊ ഈ പ്രകൃതി നിയമമാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, നിങ്ങൾ എന്താണോ ധ്യാനിക്കുന്നത് അതിലൂടെ പ്രകടമാവുന്നതിന്റെ പിന്നിലുള്ള സയൻസ് അതാണ്. അപ്പൊ ഇനി ആൾക്കാർക്ക് ഈശ്വര സാക്ഷാത്കാരമൊന്നും നേടിയില്ലെങ്കിലും തിരക്കൊന്നുമില്ല. അതൊന്നും ഇപ്പൊ അത്യാവശ്യമുള്ള കാര്യമില്ല. എൻ്റെ മുട്ടുവേദന ഒന്ന് മാറിക്കിട്ടണം, അല്ലെങ്കിൽ നടുവേദന ഒന്ന് മാറിക്കിട്ടണം, ആ ഷുഗർ ഒന്ന് കുറയണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടായാൽ മതി, സമാധാനം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ കുറച്ച് സമ്പദ് സമൃദ്ധി ഉണ്ടായാൽ മതി. ഇൻ ജനറൽ ആളുകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രയോറിറ്റി പറയുന്നത് ഇത് തന്നെയാണ്. ഈശ്വര സാക്ഷാത്കാരമൊന്നും ആരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നുമല്ല, ഒരിക്കലും അല്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേടിയ ആളായിരിക്കും, അല്ലെങ്കിൽ ഇനി നേടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലേ ഉള്ളൂ സാധാരണഗതിയിൽ. സോ നമുക്ക് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആരോഗ്യം നേടാം, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് സമാധാനം നേടാം, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി നേടാം? ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യണം. നമ്മൾ ഓർക്കുക, നമ്മൾ ഓരോ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആരോഗ്യത്തിലാണോ എന്ന്. എത്ര എത്ര പേര് നമ്മളുടെ നിലവിലുള്ള ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്? എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, കോണി കയറാൻ സാധിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കുന്നുണ്ട്, വേസ്റ്റ് പുറത്തു പോകുന്നുണ്ട്, എൻ്റെ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആരോഗ്യമാണ്. ഇതിനെപ്പറ്റി ഒരാള് എത്ര മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര തവണ ചിന്തിക്കുന്നുണ്ട് ഒരു ദിവസം ചോദിച്ചാലില്ല. അതേ സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഭാഗികമായിട്ടുള്ള ഒരു തകരാറുണ്ടെങ്കിലോ അതിൽ തന്നെയായിരിക്കും മെഡിറ്റേഷൻ. ആ അണയിലുള്ള ഒരു പല്ലിന്റെ അതിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഒരു 2 സെക്കൻഡ് നേരം പെയിൻ വരുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലും 2 സെക്കൻഡ് നേരെ വരുള്ളൂ. പക്ഷെ ഇത് ഓർത്ത് വെച്ച് ഇതാണ് അടുത്ത 2 ആഴ്ച വരെ മെഡിറ്റേറ്റ് ചെയ്യുക. ഈ ആ 2 സെക്കൻഡ് വരുന്നത് വരെ. വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം. അല്ലെങ്കിൽ അന്ന് ആ കയറ്റം കയറിയ സമയത്ത് കുറച്ചങ്ങ് ചെന്നപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു മുട്ടിനൊരു വേദന, ഒരു പിടുത്തം പോലെ തോന്നി. മിക്കവാറും മുട്ടുവേദനയായിരിക്കും അത് പ്രായമായി വരികയല്ലേ, മിക്കവാറും വേദനയായിരിക്കും. ഇനിയിപ്പോൾ ഓരോരോ സന്ധികളായിട്ട് അങ്ങനെ ആവുമായിരിക്കും. പിന്നെ അതാ മെഡിറ്റേറ്റ് ചെയ്യുക. സോ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അതിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ശരീരം അതിനെ സത്യമായിട്ട് കാണും. അപ്പൊ ശരീരം മനസ്സ് എന്ത് പറയുന്നോ അത് അനുസരിക്കുന്ന ഒരു ഒബീഡിയൻ സെർവന്റ് ആണ് ഈ ശരീരം. മനസ്സ് എന്ത് പറഞ്ഞാലും ശരീരത്തിന് അത് സത്യമാണ്. അല്ലെ മനസ്സ് പറയുന്നതാണ് ശരീരം അനുസരിക്കുക. ഈ മനസ്സ് പറയുന്നത്, ഗ്രാൻഡ് മാസ്റ്റർ പറയും, നമ്മുടെ ഈ 3 ശരീരങ്ങളുടെയും ബോധത്തിന്റെ ആകത്തുകയാണ് മനസ്സ്. അപ്പൊ ബോസ്
മൈൻഡാണ്. മൈൻഡ് പറയുന്ന അതാണ് ബോഡിയിൽ പ്രകടമാവുക. ഇത് നമ്മൾ ഇതിന്റെ മുന്നുള്ള ക്ലാസ്സിലൊക്കെ പറയുന്നത്. നമ്മളൊരു ലഡു, ഒരു ജിലേബി അല്ലെങ്കിൽ അടപ്രഥമനൊക്കെ ചിന്തിക്കുമ്പോൾ, മനസ്സ് ചിന്തിക്കുമ്പോൾ വായയിൽ വെള്ളം വരും. അപ്പൊ ശരീരം അതിനെന്താ കാണുക? ശരീരത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ചിന്തിച്ചാൽ ശരീരം വിചാരിക്കുക സാധനം മുന്നിലെത്തിയെന്ന. അപ്പൊ അത് ദഹിപ്പിക്കാൻ വേണ്ട സാധനങ്ങളാണ് സെക്രീറ്റ് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ നമ്മുടെ ഓരോ ചിന്തകളും പലതരത്തിലുള്ള സെക്രീഷന് കാരണമാവും. ക്ലിയർ അല്ലേ? ഇപ്പോ മുട്ടുവേദന അത് താൽക്കാലികമായിട്ട് ഒരു എഫേർട്ട് കൊണ്ട് വന്നതായിരിക്കും മല കയറിയപ്പോഴേ. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇല്ല, ഇത് ജോയിന്റ് പെയിൻ ആയിരിക്കും, ആർത്രൈറ്റിസ് ആയിരിക്കും, ഓസ്റ്റിയോപൊറോസിസ് ആയിരിക്കും. ഇത്ര പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്ത്രീകളിൽ വരും തന്നെയാ പറയുന്നത്. അപ്പൊ മിക്കവാറും അത് തന്നെയായിരിക്കുന്നു. അങ്ങനെ മനസ്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരം പിന്നെ അവിടെ ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ് അത് നടപ്പിലാക്കാൻ വേണ്ട സെക്രീഷൻ എന്താണോ, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണോ, അതാണ് പിന്നെ ശരീരം ചെയ്യുക. അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ നേടും ആർത്രൈറ്റിസ്. മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ നേടും എന്താണ്? ഓസ്റ്റിയോപൊറോസിസ്. മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ നേടും ജോയിന്റ് പെയിൻ. ഞാൻ വലിയ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ്, കാരണം അത് പറഞ്ഞ അതിൻ്റെ ഒരു എനർജി വരണ്ട കരുതി. ഇതൊന്നും അല്ല ആൾക്കാർ ചിന്തിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തടിപ്പ് കണ്ടാൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്വെല്ലിങ് കണ്ടാൽ ചിന്തിക്കുക വേറെയാണ്. എത്രയോ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, എത്ര തവണ ചിന്തിക്കുന്നു എന്നറിയില്ല. സോ ദൈവത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പലരിലും അത് മാനിഫെസ്റ്റ് ചെയ്യാത്തത്. ഈശ്വരൻ കാരുണ്യവാനായതുകൊണ്ട് മാത്രം. ഓക്കെ, സോ വലിയ കാര്യത്തിലേക്ക് പോകുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. സോ നമ്മൾ ഉറപ്പ് വരുത്തുക. എന്ത് ചെയ്യുന്നു? നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ആരോഗ്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യണം. നമുക്ക് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും ദൂരം മല കയറിയില്ലേ വേദന ഇല്ലാതെ, അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. ഇത് ഇത്രയല്ലേ വന്നുള്ളൂ, അത് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് ഇത്രയും കയറാൻ പറ്റിയിട്ടുണ്ട്, ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒരുപാട്, നിങ്ങൾ എത്ര രോഗിയായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഏത് അത്യാസന നിലയിൽ കിടക്കുന്ന ആളെന്ന് പറഞ്ഞാലും അയാളിലും പ്രകടമാവുന്നത് അനാരോഗ്യത്തെക്കാൾ കൂടുതൽ ആരോഗ്യം തന്നെയാണ്. അനാരോഗ്യത്തെക്കാൾ കൂടുതൽ ആരോഗ്യം തന്നെയാണ് ഏത് കിടപ്പിലായ രോഗിയിലാണെങ്കിൽ പോലും പ്രകടമാവുന്നത്. പെട്ടെന്ന് ആൾക്കാർ പോയി അതെന്ത്, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനും പോലും വയ്യ, പിന്നെ എന്ത് ആരോഗ്യം? അയാളുടെ ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ലേ, റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലേ, ബ്രെയിനും നെർവസ് സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ലേ, എക്സ്ക്രീറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലേ, ആ എല്ലാ സിസ്റ്റവും വർക്ക് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അയാൾ വർക്ക് ചെയ്യാത്ത ചെറിയ ചില കാര്യങ്ങളേ ഉള്ളൂ. അപ്പോഴും ഏത് അവസ്ഥയിലും നമ്മൾ ഓർക്കുക, നമ്മളിൽ പ്രകടമാവുന്നത് സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പൊ ആരോഗ്യത്തിന്റെ കേസിൽ അങ്ങനെ. അതേപോലെ സമാധാനം. ചെറിയ എന്തെങ്കിലും വിഷയം കൊണ്ടാണ് നമ്മുടെ ശാന്തി നഷ്ടപ്പെടുന്നത്. ഈ ചെറിയ ചില വിഷയം കൊണ്ട് ശാന്തി നഷ്ടപ്പെടുമ്പോൾ ഓർക്കുക, സമാധാനിക്കാനുള്ള നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിന്റെ ഒന്നും സമാധാനത്തെ ഞാൻ ഇല്ലാതെയാക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടില് ഒരു 100 ബൾബ് കത്തുന്നുണ്ട്. അതിൽ ഒരു ബൾബ് ഫീസായാൽ വീട് മുഴുവൻ അന്ധകാരത്തിലാവുമോ? ഇല്ല. ഒരു ബൾബ് ഫീസായാൽ അറിയ പോലും ഇല്ല, അല്ലെങ്കിൽ അറിയാൻ പാടില്ല. കാരണം അങ്ങനെ പ്രകാശം നിറഞ്ഞിരിക്കും. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും നൂറുകണക്കിന് കാരണങ്ങളുണ്ട്, നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. സോ അതിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ഈ ഫ്യൂസായ ബൾബിന്റെ അന്ധകാരത്തിൽ മെഡിറ്റേറ്റ് ചെയ്ത് വീട് മുഴുവൻ ഇരുട്ടാക്കരുത്. ഏ നമുക്ക് ഇഷ്ടം പോലെ നല്ല കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ ഓർക്കുക, എന്ത് കാര്യമായാലും, എൻ്റെ വേദനയാണെങ്കിൽ, എൻ്റെ രോഗമാണെങ്കിൽ, എൻ്റെ അശാന്തിയാണെങ്കിൽ, എൻ്റെ സമാധാനമില്ലായ്മയാണെങ്കിൽ, എൻ്റെ ദാരിദ്ര്യമാണെങ്കിൽ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ, ഞാനായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, അത് പെർമനന്റ് ആക്കുന്നില്ല. അത് എൻ്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ല. എന്തിൽ മെഡിറ്റേറ്റ് ചെയ്യണം? എനിക്ക് നിലവിലുള്ള ആരോഗ്യം എന്താണോ അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. എന്തെല്ലാം കാര്യത്തിൽ എനിക്ക് സന്തോഷിക്കാനുണ്ടോ അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. എന്തെല്ലാം കാര്യത്തിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാനുണ്ടോ അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം. എന്നിട്ട് ജീവിതത്തിൽ സമാധാനം കൈവരിക്കണം, സന്തോഷം കൈവരിക്കണം, ആരോഗ്യം കൈവരിക്കണം, സമ്പദ് സമൃദ്ധി കൈവരിക്കണം. വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം. നിങ്ങൾ എന്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നോ നിങ്ങൾ അതായി തീരും. അപ്പൊ നമ്മൾ ഓർക്കുക, ഞാൻ എന്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഞാൻ അതായി തീരും. ഇനി നമ്മളെ കേസിൽ മാത്രമല്ല, മറ്റുള്ള ആൾക്കാരുടെ കേസിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ
മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ചിന്തിക്കുന്നത് വേറൊരാളുടെ വൈകല്യത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം എന്നാണ്. അയാളല്ല ആവുന്നത്. നിങ്ങൾ എന്തിലാണോ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അതായിത്തീരും. ക്രമേണ കാണാൻ സാധിക്കും നമ്മളിൽ അയാളുടെ വൈകല്യങ്ങൾ പ്രകടമാവുന്നു. ഓക്കെ. സോ അതേപോലെ എന്തെങ്കിലും ചെറിയ ചില ഇഷ്യൂസ് ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കരുത്. അത് തന്നെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നാൽ അത്തരത്തിലുള്ള ഇഷ്യൂസിന്റെ, അത്തരത്തിലുള്ള വിഷയങ്ങളുടെ ഘോഷയാത്രയായിരിക്കും പിന്നെ നടക്കുക. എന്നിട്ട് ആൾക്കാർ എന്ത് പറയുന്ന അറിയാം? ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്നേ വന്നുള്ളൂ. അതിന്റെ പുറകെ വരുത്തിയതൊക്കെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് വരുത്തിയതാ. അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുക. ഓക്കെ. സോ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കേട്ടിപ്പോ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്തല്ല, ശരിയായ രീതിയിലല്ല, നല്ല കാര്യത്തിലല്ല. പല കാര്യങ്ങളും നമുക്ക് ബെനിഫിഷ്യൽ ആയ കാര്യത്തിലല്ല മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രതികൂലമായിട്ട് വരുന്ന പല കാര്യങ്ങളിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. സോ ഈ വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ ഇത് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ. സോ ഗ്രാൻഡ് മാസ്റ്റർ പറയും, ഡു നോട്ട് മെഡിറ്റേറ്റ് ഓൺ അൺഹോൾസം ഈവൻസ്. അൺഹോൾസ് ആയിട്ടുള്ള നല്ലതല്ലാത്ത കാര്യങ്ങളിലൊന്നും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യരുത്. മെഡിറ്റേറ്റ് ഓൺ യുവർ ഗുരു. നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിൽ മെഡിറ്റേറ്റ് ചെയ്യാം. മെഡിറ്റേറ്റ് ഓൺ ഹയർ ബീങ്സ്. ഹയർ ബീങ്സിൽ മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇഷ്ടദേവൻ ഉണ്ടെങ്കിൽ ആ ഇഷ്ടദേവനിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഇഷ്ടദേവത ഉണ്ടെങ്കിൽ ഇഷ്ടദേവതയിൽ മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഗുരുവിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അവതാർസിൽ മെഡിറ്റേറ്റ് ചെയ്യാം. മിശിഹാസിൽ മെഡിറ്റേറ്റ് ചെയ്യാം. പ്രോഫറ്റിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഇതൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാം. ദെൻ നല്ല നല്ല ഗുണങ്ങളിൽ മെഡിറ്റേറ്റ് ചെയ്യാം. സത്യസന്ധതയിൽ മെഡിറ്റേറ്റ് ചെയ്യാം. സ്നേഹത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഉദാരതയിൽ മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ ആയിത്തീരും. നിങ്ങൾ ഇതൊക്കെ ആയിത്തീരും. സോ വാട്ട് യു മെഡിറ്റേറ്റ് ഓൺ യു ബിക്കം. സോ എന്തിനു വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുന്നു? ഞാൻ അതായി തീരാൻ വേണ്ടിയാണ്. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ചിന്തിക്കുമ്പോൾ ഓർക്കുക, ഒരു തവണ ചിന്തിച്ചു, രണ്ടാമതോ മൂന്നാമതോ അതിലേക്ക് കടക്കരുത്. എന്താ കാരണം? അത് കടന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് ഞാൻ അതായിത്തീരും. ഞാൻ അതായിത്തീരും. നമുക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടല്ലോ ഒരു തവണ ചിന്തിച്ച് നിർത്താൻ പറ്റില്ല. ഒരു ചിന്ത പറയുമ്പോഴത്തെ സെക്കൻഡിൽ അതിന്റെ ഒരു പ്രളയം തന്നെയാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ ചിലപ്പോൾ അത് വെർബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ വെർബലി അത് പ്രകടമാക്കാനോ ഒരു പക്ഷെ അതിന് ഫ്യൂ സെക്കൻഡ്സ് വേണ്ടി വരും. ഇപ്പൊ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ആരും തന്നെ മോശം കാര്യങ്ങളിൽ ചിന്തിക്കരുത്, നല്ല കാര്യങ്ങളിൽ ചിന്തിക്കണം, ഗുരുവിൽ ചിന്തിക്കണം. ഇതിനെപ്പറ്റി ഞാൻ ഒന്ന് ചിന്തിക്കുക നിങ്ങളോട് പറയുന്നതിന് വേണ്ടി. ഈ പറയാനെടുത്ത സമയം ഇത്രയുണ്ട്. പക്ഷെ ഈ ഓരോന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ ആശയങ്ങൾ ഞാനൊരു ആയിരക്കണക്കിന് തവണ എൻ്റെ മൈൻഡിലൂടെ ചിന്തയായിട്ട് കടന്നു പോയിട്ടുണ്ട്. എന്താ സംഭവിക്കുകയെന്നറിയാം? ഈ ആവർത്തിച്ചുള്ള ചിന്തകള് മനസ്സിൽ അതിനൊരു രൂപം ഉണ്ടാവും. സോ ഗ്രാൻഡ് മാസ്റ്റർ പ്രാണി സൈക്കോതെറാപ്പിയിൽ അതിന് പറയുന്നത് തോട്ട് ഫോംസ് എന്നാ, ചിന്താരൂപങ്ങൾ എന്നാ പറയാം. സോ ആവർത്തിച്ച് വരുമ്പോൾ ഈ രൂപം എന്ന് പറയുന്നത് മാനസിക ലോകത്ത് ഈ രൂപം സാച്ചുറേറ്റഡ് ആവും. സോ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ, സാച്ചുറേഷൻ പറഞ്ഞ നമ്മൾ കെമിസ്ട്രിയിലെല്ലാം പറയും, ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര കലക്കുകയാണെങ്കിൽ ലാസ്റ്റ് അതിൽ പഞ്ചസാര അലിയാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ആ പഞ്ചസാരയുടെ ഒരു സാച്ചുറേറ്റഡ് ലൈനി എന്നാണ് പറയുന്നത്. അത്രയും സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷനാണ്. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനാണ്. അത് ക്രിസ്റ്റലൈസ്ഡ് ആവും. സോ നിങ്ങൾക്ക് കാണാം, ഈ പഞ്ചസാര നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ കാണില്ല. പക്ഷെ അതേപോലെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ പിന്നീട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് ക്രിസ്റ്റലൈസേഷൻ ആണ്. ഏകദേശം ഇതേപോലെ നിങ്ങളുടെ ആവർത്തിച്ചുള്ള ചിന്തകള് അത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ വരുന്നത് ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ്. അത് നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് മാനിഫെസ്റ്റ് ചെയ്യും. രോഗം ചിന്തിച്ചെന്നുണ്ടെങ്കിൽ രോഗം മാനിഫെസ്റ്റ് ചെയ്യും. ആരോഗ്യമാണ് ആവർത്തിച്ച് ചിന്തിച്ചതെന്നുണ്ടെങ്കിൽ ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്യും. സമാധാനമാണ് ആവർത്തിച്ച് ചിന്തിച്ചതെന്നുണ്ടെങ്കിൽ സമാധാനം മാനിഫെസ്റ്റ് ചെയ്യും. അശാന്തിയാണ് ആവർത്തിച്ച് മെഡിറ്റേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അശാന്തി പ്രകടമാവും. സമ്പദ് സമൃദ്ധിയാണ്, സൗഭാഗ്യങ്ങളാണ് ആവർത്തിച്ച് മെഡിറ്റേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പ്രകടമാവും. സോ ഞാനും നിങ്ങളൊക്കെ ഓർക്കേണ്ട കാര്യം, നമുക്ക് എന്താണോ പ്രകടമാവേണ്ടത് ജീവിതത്തിൽ, എന്തൊക്കെയാണോ ഞാനും നിങ്ങളും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് മാത്രമേ മെഡിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് ഉറപ്പിക്കാം.
സോ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ നല്ല സൗഭാഗ്യങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾ സൗഭാഗ്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുക. സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് അത് കൊയ്തെടുക്കുക. നല്ല ആരോഗ്യവും ദീർഘായുസ്സും ആശംസിക്കുന്നു. നല്ല ആരോഗ്യത്തിലും ദീർഘായുസിലും സദാ മെഡിറ്റേറ്റ് ചെയ്യുക. നല്ല ആരോഗ്യവും ദീർഘായുസും അനുഭവിക്കുക. സോ താങ്ക് യു വെരി മച്ച്. ആത്മനമസ്തേ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഈ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ മാന്യമായതുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ വിത്ത് ട്വിൻ ഹാർട്സിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ഹാഫ് ആൻ അവർ. ആർക്കെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.